Dear students, നമുക്ക് ഇനി പഠിക്കാനുള്ളത് Cantor's theorem ആണ്. അതാണ് ഞാനിവിടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കോപ്പി ചെയ്തിരിക്കുന്നത്. നിങ്ങൾ നേരത്തെ തന്നെ കേട്ടിട്ടുണ്ടാവും ജോർജ് കാന്റർ എന്നുള്ള ഒരു മാത്തമാറ്റീഷ്യനെ പറ്റി. സെറ്റ് തിയറിയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സെറ്റ് തിയറിയുടെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ജോർജ് കാന്റർ ആണ്. ഈ ജോർജ് കാന്റർ ആണ് ഒരു സെറ്റുകളുടെ കാർഡിനാലിറ്റിയെ പറ്റി, ഇൻഫൈനൈറ്റ് സെറ്റ്സിൻ്റെ കാർഡിനാലിറ്റിയെ പറ്റി ഉള്ള ഒരു അനാലിസിസ് ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റഡി ചെയ്തതും കുറേ റിസൾട്ടുകൾ പ്രൂവ് ചെയ്തു. ആദ്യമായിട്ട് Q set of all rational numbers countable ആണെന്ന് ജോർജ് കാന്റർ പ്രൂവ് ചെയ്തു. അതുപോലെ തന്നെ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആർ അൺകൗണ്ടബിൾ ആണെന്ന് പ്രൂവ് ചെയ്തു. അതിനുശേഷം ഈ കൗണ്ടബിൾ എന്നുള്ള കാർഡിനാലിറ്റി ഞാൻ പറഞ്ഞു, എന്നുള്ള സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കാർഡിനാലിറ്റിയെ നമ്മൾ യൂഷ്വലി ഡിനോട്ട് ചെയ്യുന്നത് അലഫ് നോട്ട് എന്നാണ്. And any set equivalent to n, that is any denumerable set has the cardinality aleph naught എന്നാണ് അതിൻ്റെ cardinality denote ചെയ്യാറ്. And cardinality of set of all real numbers, which is same as the cardinality of closed interval 0, 1. Usually it is denoted as C, continuum C എന്ന് denote ചെയ്യാറുണ്ട്. കാന്ററിൻ്റെ പ്രശസ്തമായ ഒരു ഹൈപ്പോത്തിസിസ് ആണ് കാന്റേഴ്സ് കണ്ടിന്യൂം ഹൈപ്പോത്തിസിസ്. കാന്റേഴ്സ് കണ്ടിന്യൂം ഹൈപ്പോത്തിസിസ് പറയുന്നത്, ഞാൻ നിങ്ങളോട് ഇടയ്ക്ക് ഈ അൺകൗണ്ടബിളും കൗണ്ടബിളിൻ്റെയൊക്കെ ഡെഫിനേഷൻ പറഞ്ഞ് ഇൻട്രൊഡക്ടറി ക്ലാസ്സിൽ നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിച്ചായിരുന്നു. ഇതിൻ്റെ ഈ രണ്ട് കാർഡിനാലിറ്റിയുടെയും ഇടയ്ക്ക് ഒരു കാർഡിനാലിറ്റി ഉണ്ടോ? Does there exist any set whose cardinality is strictly greater than that of n and strictly less than that of r? Is there any cardinality in between, strictly between aleph naught and C? ജോർജ് കാന്റർ കണ്ടിന്യൂം ഹൈപ്പോത്തിസിസ് പറയുന്നത് അങ്ങനെ ഒരു സെറ്റ് ഇല്ല എന്നാണ്. അതായത് there does not exist any set whose cardinality is strictly greater than the cardinality of that of integers or cardinality of natural numbers and strictly less than the cardinality of the set of real numbers. That hypothesis proposed by George Cantor is known as Cantor's continuum hypothesis. ഈ കാന്ററിൻ്റെ ഈ ഒരു ഫേമസ് കണ്ടിന്യൂം ഹൈപ്പോത്തിസിസിലേക്ക് നയിച്ച ഒരു റിസൾട്ട്, ഒരു തിയറമാണ്. മറ്റേതൊരു ഹൈപ്പോത്തിസിസ് മാത്രമാണ്. കാന്ററിൻ്റെ തിയറം ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്ന തിയറം. ആ തിയറം പറയുന്നത്, ഒരു ഡെന്യൂമറബിൾ സെറ്റ് നിങ്ങൾ എടുത്താലും, ഒരു ഡെന്യൂമറബിൾ സെറ്റ് എടുത്തു, അതിൻ്റെ പവർ സെറ്റ് എടുക്കുമ്പം അത് ഡെന്യൂമറബിൾ ആയിരിക്കില്ല എന്നുള്ള ഒരു റിസൾട്ടാണ് നമ്മൾ ഇവിടെ ഇപ്പോൾ പ്രൂവ് ചെയ്യാൻ പോണേ. ഒരു ഡെന്യൂമറബിൾ സെറ്റിൻ്റെ പവർ സെറ്റ് ഡെന്യൂമറബിൾ ആയിരിക്കും. അല്ലെങ്കിൽ തിയറം ഇങ്ങനെ പറയാം, ഏതൊരു സെറ്റ് എടുത്താലും ആ സെറ്റ് ഒരിക്കലും അതിൻ്റെ പവർ സെറ്റിനോട് കാർഡിനാലിറ്റി വൈസ് ഇക്വിവാലൻ്റ് ആവില്ല. ഒരു സെറ്റ് അതിൻ്റെ പവർ സെറ്റുമായിട്ട് ഒരിക്കലും ഇക്വിവാലൻ്റ് ആവില്ല എന്നാണ് കാന്റേഴ്സ് തിയറം പറയുന്നത്. Okay, so the theorem states like this: if A is any set, there does not exist an onto function. There is no surjection. അതായത് onto function exist ചെയ്യുന്നില്ല from the set A to the power set of A. So what is Cantor's theorem? Cantor's theorem can be stated as, Cantor's theorem ഇങ്ങനെ സ്റ്റേറ്റ് ചെയ്യാം: if A is any set, there does not exist a surjection. Surjection means onto function from this set A to the power set of A, the set of all subsets of A, the power set. Okay, so this is the statement of Cantor's theorem.
Now in this class we are going to prove this. Okay. അപ്പോൾ അതിൻ്റെ ഒരു ഐഡിയ ഞാൻ പറയാം. അത് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പ്രൂഫ് പെട്ടെന്ന് മനസ്സിലാവും. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു കാര്യമാണ്. ഒരു കോൺട്രഡിക്ടറി മെത്തേഡിലാണ് നമ്മളിത് പ്രൂവ് ചെയ്യാൻ പോണേ. അപ്പോൾ ഒരു ഓൺ ടു ഫംഗ്ഷൻ ഇല്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഒരു ഓൺ ടു ഫംഗ്ഷൻ ഉണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഒരു എലമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എലമെൻറ്റ് എയിലെ ഒരു എലമെൻറ്റ് എടുത്താൽ നമുക്ക് കാണാം ഈ എയുടെ ഇമേജ് അണ്ടർ ദിസ് ഓൺ ടു ഫംഗ്ഷൻ ഫൈ ഓഫ് എ എന്ന് പറയുന്നത് ഒരു സെറ്റ് ആയിരിക്കും. എയുടെ തന്നെ ഒരു സബ്സെറ്റ് ആയിരിക്കും. അപ്പോൾ ഈ എ എന്ന് പറയുന്ന എലമെൻറ്റ് ആ സെറ്റിൽ ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം. അതിനനുസരിച്ച് നമ്മൾ ഒരു സെറ്റ് ഇവിടെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ മനസ്സിലാവുന്നില്ലെങ്കിൽ നമുക്ക് ഫ്രം ദ വെരി ബിഗിനിങ് പ്രൂവ് ചെയ്യാം. എനിക്ക് തോന്നുന്നു അത് തന്നെയായിരിക്കും നല്ലത്. അപ്പോൾ നമ്മളെങ്ങനെ പ്രൂവ് ചെയ്യാം നോക്കാം. പ്രൂവ് എങ്ങനെ തുടങ്ങണ്ടേ? വി കൺസിഡർ എനി സെറ്റ്. ലെറ്റ് എ ബി എനി സെറ്റ്. ഒരു സെറ്റ് എടുത്തു. ഓക്കെ, ഞാനിവിടെ പി ഓഫ് എ എന്ന് ഡിനോട്ട് ചെയ്യുന്നത് P of A is the power set of A. It is the set of all subsets of A. Okay, subsets of A. Power set of A. ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യണ്ടേ? To prove there does not exist a onto function. Does not exist an onto function from A to power set of A. This is what to be proved. So assume to the contrary. We prove this by the method of contradiction. So assume that such a function does exist. Assume to the contrary that there exists such a function. There exists a function phi from A to its power set which is onto, which is a surjection. That is, it is on to. Okay, അങ്ങനെ അസ്യൂം ചെയ്തു എന്ന് വെച്ചാൽ മീനിങ് പവർ സെറ്റ് ഓഫ് എയിലെ ഏതൊരു എലമെന്റിനും ദർ ഇസ് എ പ്രീ ഇമേജ് അണ്ടർ ദിസ് ഫംഗ്ഷൻ ഫൈ. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കാം. ഒരു എയിലെ ഒരു എലമെന്റ് എടുത്താൽ, എ എന്ന് പറഞ്ഞൊരു എലമെന്റ് ക്യാപിറ്റൽ എയിൽ എടുത്താൽ നിങ്ങൾ ശ്രദ്ധിക്കുക, എയിൽ നിന്ന് പവർ സെറ്റ് ഓഫ് എയിലേക്കുള്ള ഒരു ഫംഗ്ഷനാണ് ഫൈ. ഓൺ ടു ഫംഗ്ഷനാണ് ഫൈ. ഓക്കെ, അപ്പോൾ എയിലെ ഒരു എലമെന്റ് എടുത്താൽ ദെൻ ഫൈ ഓഫ് എ എവിടെയായിരിക്കും? ഫൈ ഓഫ് എ അതിൻ്റെ കോഡൊമെയിൻ, ഫൈയുടെ കോഡൊമെയിനിലായിരിക്കും. കോഡൊമെയിൻ എന്ന് പറഞ്ഞാൽ പവർ സെറ്റ് ഓഫ് എയിലായിരിക്കും. പവർ സെറ്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ കളക്ഷൻ ഓഫ് ഓൾ സബ്സെറ്റ്സ് ഓഫ് എ. പവർ സെറ്റ് ഓഫ് എയിലെ എലമെന്റ്സ് എന്ന് പറയുന്നത് എലമെന്റ്സ് ഓഫ് പവർ സെറ്റ് ഓഫ് എ ആർ എന്താണ്? പവർ സെറ്റ് ഓഫ് എയിലെ എലമെന്റ് ആർ സബ്സെറ്റ്സ് ഓഫ് എ. സബ്സെറ്റ് എയുടെ സബ്സെറ്റുകളാണ് പവർ സെറ്റ് ഓഫ് എയിലെ എലമെന്റ്സ്. അപ്പോൾ ഫൈ ഓഫ് എ പവർ സെറ്റ് ഓഫ് എയിലെ എലമെന്റ് ആണ് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ഫൈ ഓഫ് എ എന്ന് പറയുന്നത് എയുടെ ഒരു സബ്സെറ്റ് ആണെന്നാണ് മീനിങ്. ഓക്കെ ഓക്കെ, അപ്പോൾ ഫൈ ഓഫ് എ എന്ന് പറയുന്നത് എയുടെ ഒരു സബ്സെറ്റ് ആണ്. ഫോർ എനി എലമെന്റ് എ ഇൻ എ, ഫൈ ഓഫ് എ കേട്ടോ, സോറി ഞാൻ എഴുതിയത് ഫൈ ഓഫ് എ. ഇഫ് യു ടേക്ക് എൻ എലമെന്റ് എ ഫ്രം ക്യാപിറ്റൽ എ, ഫൈ ഓഫ് എ ഇസ് എ സബ്സെറ്റ് ഓഫ് എ. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിച്ചേ. For every element A in capital A, phi of A is a subset of A, so that ഈ A എന്ന് പറയുന്നത് either A എന്ന് പറയുന്നത് ക്യാപിറ്റൽ എയിലെ എലമെന്റ് ആണ് എ. അത് ഇവിടെയോ അല്ലെങ്കിൽ ഫൈ ഓഫ് എയുടെ ഉള്ളിലോ വരാം. കറക്റ്റ്? എ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എയിലെ എലമെന്റ് ആണ്. അപ്പോൾ ഒരു കേസ് അത് ഫൈ ഓഫ് എയിൽ ഉള്ളിൽ വരാം, കാരണം ഫൈ ഓഫ് എ എന്ന് പറയുന്നത് എയുടെ സബ്സെറ്റ് ആണ്. വേറൊരു കേസ് ഫൈ ഓഫ് എയിൽ ഇല്ലാതെ ക്യാപിറ്റൽ എ മൈനസ് ഫൈ ഓഫ് എയിൽ വരാം. രണ്ട് കേസസ് ഉണ്ട്. ഓക്കെ, സോ ഐ ക്യാൻ സേ
then either A is in phi of A or A is not in phi of A. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട ഒരു കാര്യം ഇതാണ്. For every element in capital A, for every small a in capital A, phi of A is a subset of, is a set. Phi of A is a set. And it may or may not contain this element small a. Okay? For each element small a in capital A, its image phi of A is a set. Is a subset of capital A which may or may not contain this element A, small a. Okay. Now, ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മളൊരു സെറ്റ് ഡിഫൈൻ ചെയ്യാൻ പോവാണ്. Now, we define a set D. D എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോണേ എന്താണെന്ന് വെച്ചാൽ, D എന്ന് പറയുമ്പോൾ ഈ ഒരു കാര്യം ഓർത്തിട്ടാണ് ചെയ്യാൻ പോണേ. ഏതൊക്കെ എലമെൻസിൻ്റെ ആണോ, എയിലെ ഏതൊക്കെ എലമെൻസിനാണോ എ എന്ന് പറയുന്നത് അതിൻ്റെ തന്നെ ഇമേജിൽ അല്ലാത്തത്. നമ്മൾ പറഞ്ഞു എയിലെ ഒരു എലമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ പൈ ഓഫ് എയിൽ എ ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. പൈ ഓഫ് എ എന്ന് പറയുന്നത് എന്താണെങ്കിലും എയുടെ ഒരു ക്യാപിറ്റൽ എയുടെ ഒരു സബ്സെറ്റ് ആയിരിക്കും. അത് മേ ഓർ മേ നോട്ട് കണ്ടെയ്ൻ ദിസ് എലമെന്റ് എ. നൗ consider those elements in A whose images are those elements in capital A. Consider those elements in capital A whose image phi of A doesn't contain that element itself. Small a phi of A ലെ തന്നെ എലമെന്റ് ആയിട്ട് വരാത്ത തരം എലമെന്റ്സ് ഡി എന്ന് പറഞ്ഞ് നമ്മൾ സെറ്റ് ഡിഫൈൻ ചെയ്തു. ഓക്കെ, ഈ സെറ്റിന്റെ ഡെഫിനിഷൻ നിങ്ങൾ ഓർത്തിരിക്കേണ്ടി വരും ഈ ഒരു പ്രൂഫിന് വേണ്ടി. What is D? D is the set of all elements, those elements in phi of A which does not belong to its image. കണ്ടോ, phi of A യിൽ ഇല്ലാത്ത എകളുടെ കളക്ഷൻ ആണ് D. ഓക്കെ, ഇനി എങ്ങനെയാണ് നമ്മൾ പ്രൊസീഡ് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഡിയുടെ ബേസിസിലാണ് നമ്മൾ ഇനി പ്രൊസീഡ് ചെയ്യുന്നത്. ഇനി വാട്ട് ഇസ് ഡി? ഡിയിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഡി എന്ന് പറയുന്നത് എയിലെ എലമെന്റ്സിനെയാണ് കണ്ടെയ്ൻ ചെയ്തേക്കുന്നത്. ഓക്കെ, ക്ലിയർലി ഡിയിലെ എലമെന്റ്സ് എല്ലാം എയിലെ എലമെന്റ്സ് ആണ്. ക്ലിയർലി ഡി ഈസ് എ സബ്സെറ്റ് ഓഫ് എ. ഓക്കെ, ക്ലിയർലി ഡി ഈസ് എ സബ്സെറ്റ് ഓഫ് എ. സോ യു ക്യാൻ റൈറ്റ് ക്ലിയർലി ഡി ഈസ് എ സബ്സെറ്റ് ഓഫ് എ. ഓക്കെ, എവറി സബ്സെറ്റ്സ് ഓഫ് എ ആണ് ഇവിടെ ഉള്ളത്, പവർ സെറ്റ് ഓഫ് എയിലുള്ളത്. ദാറ്റ് മീൻസ് ഡി എന്ന് പറയുന്നതും എവിടെ ഉണ്ടാവും? പവർ സെറ്റ് ഓഫ് എയിൽ ഉണ്ടാവും. എവറി സബ്സെറ്റ് ഓഫ് എ ഈസ് ഇൻ പവർ സെറ്റ് ഓഫ് എ. നൗ നമ്മുടെ ഫംഗ്ഷൻ, നമ്മൾ അസ്യൂം ചെയ്തിട്ടുള്ള ഫംഗ്ഷൻ ഫൈ, അത് എയിൽ നിന്ന് പവർ സെറ്റ് ഓഫ് എയിലേക്കുള്ള ഒരു ഓൺ ടു ഫംഗ്ഷൻ ആണ്. സോ ദാറ്റ് എവറി എലമെന്റ് ഓഫ് ദി പവർ സെറ്റ് ഓഫ് എ വിൽ ഹാവ് എ പ്രീമേജ് അണ്ടർ ദിസ് ഫംഗ്ഷൻ ഫൈ. ഓക്കെ, therefore D എന്ന് പറയുന്നത് പവർ സെറ്റ് ഓഫ് എയിലെ ഒരു എലമെന്റ് ആണെങ്കിൽ this D will have a preimage, has a preimage under this function phi. Okay, now ആ പ്രീഇമേജിനെ നമുക്കൊരു പേര് വിളിക്കാം. സേ ആ പ്രീഇമേജ് എവിടുത്തെ എലമെന്റ് ആയിരിക്കും? എയിലെ എലമെന്റ് ആയിരിക്കും. ഓക്കെ, എയിലെ എലമെന്റ് ആയതുകൊണ്ട് ഞാൻ എ നോട്ട് എന്ന് വിളിക്കാം. അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത്? അപ്പോൾ ഇങ്ങനെ ഒരു എലമെന്റ് എയിലുണ്ട്, എ നോട്ട് എന്ന് പറഞ്ഞൊരു എലമെന്റ് എയിലുണ്ട്, ഡിയുടെ പ്രീഇമേജ് ആയിട്ട് വരുന്ന ഒരു എലമെന്റ്. ഡിയുടെ പ്രീഇമേജ് എന്ന് പറഞ്ഞാൽ ഫൈ ഓഫ് എ നോട്ട് ഡി ആണെന്ന് അർത്ഥം. ഇങ്ങനെ ഒരു എ നോട്ട് ഉണ്ട്. ഇനി ഈ എ നോട്ട് എന്ന് പറയുന്നത് ഡിയിൽ ഉണ്ടാവോ ഉണ്ടാവാതിരിക്കോ എന്നുള്ള ഒരു കാര്യം ഒന്ന് നോക്കാം. അതായത് എ നോട്ട് എന്ന് പറഞ്ഞാൽ എവിടുത്തെ എലമെന്റ് ആണ്? Now what is a naught? Now a naught is an element of A. Okay, and D എന്താണ്? D എന്ന് പറയുന്നത് is a subset of A. എയുടെ ഒരു സബ്സെറ്റ് ആണ് D. എയിലെ എലമെന്റ് ആണ് എ നോട്ട്. അപ്പൊ എ നോട്ട് ഒന്നെങ്കിൽ ഇവിടെയോ അല്ലെങ്കിൽ ഉള്ളിലോ വരാം. ഓക്കെ, implies a naught belongs to D or
A naught belongs to A minus D. D യുടെ കോംപ്ലിമെന്റിൽ വരാം. Okay, so we consider these two cases. Case 1, A naught belongs to D. അതായത് A naught ഡിയിലുണ്ട്, A naught ഡിയിലുണ്ട്. ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഡെഫിനിഷൻ അല്ല, ഞാൻ പറഞ്ഞ എ നോട്ട് എന്ന് പറയുന്നത് ഡിയുടെ പ്രീമേജ് ആണ് അല്ലേ. അപ്പോൾ ഫൈ ഓഫ് എ നോട്ട് ഡി ആണ്. അപ്പോൾ ഡി എന്ന് പറയുന്നതാണ് ഫൈ ഓഫ് എ നോട്ട്. ഓക്കെ 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 അപ്പോൾ എന്താണ് പ്രശ്നം? ദാറ്റ് ഈസ് എ നോട്ട് എന്ന് പറഞ്ഞാൽ എവിടെയുണ്ട്? ഫൈ ഓഫ് എ നോട്ടിലുണ്ട്. ഇത് രണ്ടും കൂടെ കോൺട്രഡിക്റ്റ് ചെയ്യും. നോക്കിക്കേ, ഈ 1ഉം 2ഉം ഒന്ന് നോക്കിക്കേ. ഈ 1 and 2 will contradict. എന്താ കാര്യം? കോൺട്രഡിക്റ്റ് ചെയ്യും. കാര്യം എന്താണെന്നറിയോ? നമ്മുടെ ഡിയുടെ ഡെഫിനിഷൻ വെച്ചിട്ട് ഡി എന്താണ്? ഡിയുടെ ഡെഫിനിഷൻ എന്താ പറയണേ? ദിസ് ഇസ് എ കോൺട്രഡിക്ഷൻ, ദിസ് ഇസ് എ കോൺട്രഡിക്ഷൻ. ഞാൻ ഈ കോൺട്രഡിക്ഷൻ എന്നാണ് ഈ ഒരു ഈ ആരോസ് ഞാൻ ഡിനോട്ട് ചെയ്ത് കോൺട്രഡിക്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ദിസ് ഇസ് എ കോൺട്രഡിക്ഷൻ to the definition of D. How D is defined? That is, D is defined as D contains, D is the set of all elements A such that A is not in phi of A. എന്നിട്ട് നമ്മളിപ്പോൾ പറയാണ് ഏതൊക്കെ എകളാണ് അതിൻ്റെ ഫൈ ഓഫ് എയിൽ വരാത്ത അങ്ങനത്തെ എലമെന്റ്സ് ആണ് ഡിയിലുള്ളത്. അപ്പോൾ എ നോട്ട് ഡിയിലുണ്ടെങ്കിൽ ഇക്വേഷൻ നമ്പർ 1, ദ സ്റ്റേറ്റ്മെന്റ് നമ്പർ 1 മീൻസ് എ നോട്ട് ഈസ് ഇൻ ഡി, ഈസ് എൻ എലമെന്റ് ഓഫ് ഡി, വിച്ച് മീൻസ് ഫൈ ഓഫ് എ നോട്ട് ഇസ് നോട്ട് ഇൻ A naught is not in phi of A naught. And the second statement means A naught gives that A naught is in phi of A naught. So these two statements are contradictory, right? By the definition of D. So this is not true. And if you assume the second case, if case 1 is not possible, so if you take the second case, case 2, that is, we may take A naught is not in D. Suppose you are taking the other case, A naught is not in D. Then contradiction to the definition of D. So we take the next case, case 2. A naught is not in D. A naught is not in D. What is D? D is phi of A naught. Phi of A naught. That means A naught is not in phi of A naught. This is also a contradiction. These two statements 3 and 4 also contradicts, because according to the definition of D, the set D, A naught phi of A naught illengil A naught should be an element of D. So these two statements also contradicts each other. 3 and 4 contradicts. This is a contradiction to the definition of D. So both the case will reach to a contradiction. So നമുക്ക് എന്താ ഇങ്ങനൊരു പ്രശ്നം വന്നേ? ഇപ്പോൾ നമ്മൾ എങ്ങനെ വന്നാലും നമ്മളൊരു കോൺട്രഡിക്ഷനിൽ അറൈവ് ചെയ്യും. That means our assumption is wrong. What was our assumption? ഇങ്ങനെ ഒരു phi എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ we will reach a contradiction. So our assumption is wrong. Such a function phi does not exist. Phi does not exist. That means there does not exist onto function from A to phi of A. A to power set of A. So this is Cantor's theorem. നിങ്ങളെല്ലാവരും മനസ്സിലായെന്ന് വിചാരിക്കണോ? നമ്മൾ പോയത് ഈ ഒരു ഡി എന്നുള്ള സെറ്റ് ഡിഫൈൻ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം.
ഇങ്ങനെ ഒരു സെറ്റ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡി എന്ന് പറയുന്ന എലമെൻറ്റ് പവർ സെറ്റ് ഓഫ് എയിലെ എലമെൻ്റ് ആയിട്ട് വരും. പക്ഷേ അതിൻ്റെ പ്രീഇമേജ് എടുത്തു കഴിഞ്ഞാൽ, അതിനൊരു പ്രീഇമേജ് ഉണ്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ വി വിൽ റീച്ച് അറ്റ് എ കോൺട്രഡിക്ഷൻ. അപ്പം ഇങ്ങനെ ഒരു സെറ്റ് എങ്ങനെ നമ്മൾ പവർ സെറ്റ് ഓഫ് എയിലെ ഒരു ഇങ്ങനൊരു സെറ്റ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇങ്ങനൊരു സെറ്റ് നമ്മൾ ഡി എന്ന് പറഞ്ഞ സെറ്റ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പവർ സെറ്റ് ഓഫ് എയിലെ ഒരു എലമെൻ്റ് ആയിരിക്കും ഈ സെറ്റ്, അതായത് ഇത് എയുടെ സബ്സെറ്റ് ആയിരിക്കും. പക്ഷേ ഇതിനൊരു പ്രീ ഇമേജ് ഉണ്ടാവാൻ പറ്റില്ല എന്നാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, താങ്ക് യു.